പ്രവാസ ലോകത്തെ തെരഞ്ഞെടുപ്പ് ടോക്ക് ഷോ അക്കരെ നിന്നൊരു വോട്ട് തുടരുന്നു. നമുക്കറിയാം, എന്തൊക്കെ പരിമിതികൾ ഉണ്ടെങ്കിലും ഇന്ത്യൻ ജനാധിപത്യം ഏറെ കരുത്തുറ്റതാണ്. നേരത്തെ ഇടത്, വലത്, അതോടൊപ്പം തന്നെ അരാഷ്ട്രീയം, ഈ ഘടകങ്ങളായിരുന്നു രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ചർച്ചയിലും മുഖ്യമായി വന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ട് കുറെ കൂടി ജനപക്ഷം എന്ന ഒരു പുതിയൊരു പ്രവണത കൂടി വന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ചില മൂവ്മെൻറ്റുകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. സ്വാഭാവികമായും പ്രവാസ ലോകത്ത് നമുക്ക് വോട്ട് ചെയ്യാനുള്ള പ്രായോഗിക തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഈ ഘടകങ്ങളെയും ഈ പുതിയ മാറ്റങ്ങളെയും വളരെ താല്പര്യപൂർവ്വമാണ് നാം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാസ ലോകത്തു നിന്ന് ഈ ജനായത്ത ഘടകങ്ങളെക്കുറിച്ചും പുതിയ പരീക്ഷണങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചയാണ് ഈ എപ്പിസോഡിൽ നാം അവതരിപ്പിക്കുന്നത്. ഈ പാനൽ ചർച്ചയിൽ നമുക്കൊപ്പം പങ്കെടുക്കുന്നത് ശ്രീജിത്ത് കുണ്ടോട്ടി, സൈബർ ആക്ടിവിസ്റ്റാണ്. രശ്മി രഞ്ജൻ, ഗോൾഡ് FM റേഡിയോയിൽ വാർത്താ അവതാരകയാണ്. ബഷീർ തിക്കോടി, സാമൂഹ്യ പ്രവർത്തകൻ, അതോടൊപ്പം തന്നെ പ്രവാസി പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തിയും. അബുല്ലൈസ് എടപ്പാൾ, സാമൂഹ്യ രംഗത്ത് ഏറെ സജീവമാണ്. ഈ 4 പേർ സ്വാഭാവികമായും ഈ ചർച്ചയുടെ ഈ മാറുന്ന രാഷ്ട്രീയ പ്രവണതയെക്കുറിച്ചാണ് നമ്മോട് വിലയിരുത്തുന്നത്. ആദ്യം ശ്രീജിത്ത് കുണ്ടോട്ടിയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. എങ്ങനെയാണ് ഈ പ്രവണതയെ പ്രവാസ ലോകം ഉറ്റുനോക്കുന്നത്? ഈ പ്രവണതയെക്കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ ഒരു പരിമിതി, ഇത് വളരെ താൽക്കാലികമാണ്, ഇത് ഒരിക്കലും തന്നെ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. ഒരു തരം അരാഷ്ട്രീയവാദം കൂടി ഈ മാറുന്ന ഗുണപരം, ആരോഗ്യപരം എന്ന് പറയുമ്പോൾ തന്നെ ഈ മാറുന്ന പ്രവണതയിൽ ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ശ്രീജിത്ത് ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? എനിക്ക് തോന്നുന്നു, ആദ്യമായിട്ട് ജനപക്ഷ രാഷ്ട്രീയം എന്ന ചില പ്രത്യേക രാഷ്ട്രീയ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സംഘടനകളെ നമ്മൾ ജനപക്ഷ സംഘടനകൾ എന്ന് വിളിക്കുന്നതിൽ ഒരു അപാകതയുണ്ടെന്നാണ് എനിക്ക് ആദ്യമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ജനപക്ഷമാകുമ്പോൾ അതിൽ ഉൾപ്പെടാത്ത, അതിൻ്റെ പരിധിക്ക് പുറത്ത് നിൽക്കുന്നവയെല്ലാം ജനവിരുദ്ധം അല്ലെങ്കിൽ ജനവിരുദ്ധ പക്ഷത്ത് നിൽക്കുന്നു എന്നൊരു ധ്വനിയാണ് അതിൽ ഉള്ളത്. അപ്പോൾ നയങ്ങളാണ് ജനവിരുദ്ധം, സംഘടനകൾ അങ്ങനെ ജനവിരുദ്ധമോ ജനപക്ഷമോ എന്ന് പറയാൻ കഴിയില്ല. ചില നയങ്ങൾ, സംഘടനകളുടെ നയങ്ങൾ ജനപക്ഷ നയങ്ങളും ജനവിരുദ്ധ നയങ്ങളുമുണ്ട്. ഇനി ഇവിടെ ചർച്ച ചെയ്യുന്നത് ചില പ്രത്യേക സംഘടനകൾ, ആം ആദ്മി പോലത്തെ സംഘടനകൾ, താൽക്കാലികമായിട്ട് പ്രതിഭാസം എന്നും ചിലർ ഒരു പ്രതീക്ഷയായും വെച്ച് പുലർത്തുന്ന ഒരു ആം ആദ്മിയെ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ആം ആദ്മിയെ പാടെ നിരാകരിക്കുന്നതും എല്ലാ പ്രതീക്ഷയും ആം ആദ്മിയിലാണ്. ആം ആദ്മി മാത്രമാണ് ഇനി ഇന്ത്യയുടെ ആം ആദ്മി അല്ലെങ്കിൽ കെജ്രിവാൾ മാത്രമാണ് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പൂർണ്ണ പ്രതീക്ഷ എന്ന രീതിയിൽ കാണുന്നതും ശരികേടുമെന്ന് എനിക്ക് തോന്നുന്നത്. രശ്മി, ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ജനാധിപത്യ രാജ്യമായി ഇന്ത്യയുടെ ഒരു പൗര എന്ന നിലയിൽ അരാഷ്ട്രീയവാദത്തോട് ഒട്ടും തന്നെ ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിലൊരു നിലപാടിൽ ഇന്നത്തെ യുവത്വത്തെ കൊണ്ട് എത്തിക്കുന്നത് എന്ത് നിലപാടാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. അരാഷ്ട്രീയവാദം കൊണ്ട് ഒരിക്കലും ഒരു വികസനം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ആം ആദ്മി പാർട്ടി പോലെയുള്ള പാർട്ടികളുടെ പിറവി തീർച്ചയായിട്ടും ഒരു ചരിത്രമാണ്. പക്ഷേ അവർ കൊണ്ടുവന്ന നയങ്ങളിൽ അവർ ഉറച്ചു നിന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ സംഘടന പൂർണ്ണമായി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർക്ക് രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയമാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ളൊരു അരാഷ്ട്രീയവാദമല്ല എങ്കിൽ ഇപ്പോൾ നിലവിലെ വ്യവസ്ഥിതിയോടുള്ളൊരു എതിർപ്പ് അത് പ്രകടമാക്കുവാനുള്ളൊരു വേദി ഇന്ത്യയിലെ യുവത്വം തേടുന്നുണ്ട്. അതാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഇന്ത്യയെ നയിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബഷീർ തിക്കോടി, നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാർട്ടികൾക്കുള്ളിലും അത് ജനവിരുദ്ധം അല്ലെങ്കിൽ പോലും ചില പ്രത്യേക വ്യക്തികൾ, ചില സമീപനങ്ങൾ വലിയ തോതിൽ ജനപക്ഷമായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഏറ്റവും കൃത്യമായിട്ട് പറഞ്ഞാൽ VS CPM-ന്റെ ഉള്ളിലെ ഒരു ജനപക്ഷ നിലപാട് എന്ന അർത്ഥത്തിൽ മാധ്യമങ്ങളും പൊതുസമൂഹവും ഉയർത്തി കാണിക്കുന്നു. അതോടൊപ്പം തന്നെ VM സുധീരൻ അല്ലെങ്കിൽ പരിസ്ഥിതിവാദത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന ചില മന്ത്രിമാർ, ചില നേതാക്കൾ. അപ്പോൾ മുഖ്യധാര പാർട്ടികൾക്കുള്ളിലും ഈ ഒരു ഘടകം വരുന്നത് ഈ പുറമെ നിന്നുള്ള ഈ സമ്മർദ്ദത്തിൻ്റെ പുറത്താണോ, അതോ അത് സ്വാഭാവികമായി തന്നെയുള്ള പ്രക്രിയയാണോ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പെൺകുട്ടി ബസ്സിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും അത് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തതിൻ്റെ ഒരു പിന്നാമ്പുറത്താണ് നമുക്ക് ഈ ഒരു ശക്തി മുന്നേറ്റം നമുക്ക് കാണുന്നത്. ഒരുപക്ഷെ ഡൽഹിയെ തന്നെ, ലോകത്തിൻ്റെ മുഴുവൻ കണ്ണുകളെയും കാഴ്ചയെയും ആ ഡൽഹിയിലേക്ക് എത്തിക്കുന്നു. പക്ഷേ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതാണ്ട് 2 പതിറ്റാണ്ടോളമായി അങ്ങ് ഇറോം ശർമ്മള കിടക്കുന്നു. നമ്മുടെ സൈബർ ലോകത്തിനോ നമ്മുടെ യുവത്വത്തിനോ യുവമിഥുനങ്ങൾക്കോ അതൊരു കാഴ്ചയേ അല്ല. അപ്പോൾ ഇതേ കാഴ്ചപ്പാട് തന്നെയാണ് നമുക്ക് ആം ആദ്മി പാർട്ടി അടക്കമുള്ള പുതിയ മുന്നേറ്റങ്ങളോടും നമുക്ക് പുലർത്തേണ്ടുന്നൊരു കാര്യം. കാരണം യഥാർത്ഥത്തിലുള്ള, നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ജനപക്ഷത്തല്ല, അല്ലെങ്കിൽ അതല്ല നമ്മുടെ നിലപാടെന്നാണ്.
സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും എല്ലാ പ്രത്യയ ശാസ്ത്രങ്ങളുടെയും ദർശനങ്ങളുടെയും ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇവർ ഏത് പക്ഷത്തു നിൽക്കുന്നു എന്നതിൻ്റെ തെളിവ് ഇന്ത്യയിൽ അധിവസിക്കുന്ന ഏതാണ്ട് 72% ജനങ്ങളും അവരുടെ ജീവിത വ്യവസ്ഥിതി ഇന്നും ഏത് രീതിയിൽ അനുവർത്തിക്കപ്പെടുന്നുണ്ട് എന്നതിൻ്റെ കണക്കെടുത്താൽ മാത്രം ഈ പ്രസ്ഥാനങ്ങളും ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടെ നിൽക്കുന്നു. സൂചിപ്പിച്ച ഇവിടത്തു നിന്ന് തന്നെയാണ് നമുക്ക് അഭിലേഖനം ആരംഭിക്കാൻ സാധിക്കുക. കാരണം ഈ വലിയ പ്രശ്നങ്ങൾ, സമസ്യകൾ, നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ കുറ്റകരമായിട്ടുള്ള മൗനം പുലർത്തുന്ന മാധ്യമങ്ങളും പൊതുസമൂഹവും ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ ചില കൊട്ടിക്കാഴ്ചകൾ അല്ലെങ്കിൽ കൊട്ടിക്കലാശങ്ങളിലേക്ക് വലിയ തോതിൽ താല്പര്യമെടുക്കുന്ന ഒരു പ്രവണത, ഇത് പിന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇരട്ടത്താപ്പല്ലേ? അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പുറമേ അവരുടെ തേച്ചു മിനിക്ക് അജണ്ടകൾ പറയുമ്പോഴും അകമേ വളരെ കൃത്യമായിട്ട് ജനവിരുദ്ധമാണ് എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ VS-നെയും അതേപോലെ തന്നെ VM സുധീരനെയൊക്കെ സൂചിപ്പിക്കണ്ടായി. അവരവരുടെ പാർട്ടികളിൽ അവർ പാർശ്വവൽക്കരിക്കപ്പെടുമ്പോൾ അവർ ഈ സമരസംഘടനയുടെ പന്തലുകളിൽ വന്നിട്ട് ആളാകുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കണ്ടുവരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിലോ ഇന്ത്യയിലേക്ക് നടക്കുന്ന ജനകീയ സമരങ്ങളെ നമ്മൾ എടുത്തു പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ജനകീയ സമരങ്ങളിലൊക്കെ തന്നെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു സിവിൽ പൊളിറ്റിക്സ് വളരെ ശക്തമായി. പക്ഷേ ഈ സിവിൽ പൊളിറ്റിക്സിനെ എന്തുകൊണ്ട് ഒരു പവർ പൊളിറ്റിക്സായി മാറ്റാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സംഘടനകൾക്ക് അനുഭവിക്കുന്ന ഒരു പ്രശ്നം. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതേക്കുറിച്ച് പ്രതികരിക്കാനുള്ള സന്ദർഭം. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയം ഉരുത്തിരിയാനുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ഇന്ത്യയിൽ കാണേണ്ടത്. അതിൻ്റെ ഒരു പാർട്ടായിട്ട് വേണമെങ്കിൽ ആം ആദ്മിയെ കാണാം. കാരണം അവിടെ ജനങ്ങളാൽ വേണ്ടിവരും ജനങ്ങളുടെ ആവശ്യങ്ങൾ. മറ്റേതുപോലെ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ അജണ്ടയാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉരുത്തിരിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ജനങ്ങളുടേതായ ഒരു മൂവ്മെൻറ്റ് രൂപപ്പെട്ടു വരാൻ കുറച്ച് സമയമെടുക്കുമെങ്കിലും ഇത് ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും അതുപോലെ നവമാധ്യമങ്ങളുടെയും ഒക്കെ ഒരു സ്വാധീനം ഇതിന് പിറകിലുണ്ട്. അവിടെയാണ് ജനങ്ങളുടെ ആശയങ്ങൾ പരസ്പരം പ്രകടിപ്പിക്കുവാനും അതോട് സമരസപ്പെടുവാനും ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് വരുന്നത്. ആം ആദ്മി ഇങ്ങനെയുള്ള ഒരു പ്രതലത്തെ ഉപയോഗപ്പെടുത്തുന്നു. അതിൽ എത്രമാത്രം അവർ പെർട്ടിക്കുലർ ആണെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. പ്രത്യേകിച്ചും അവരുടെ അജണ്ട അഴിമതി എന്നത് മാത്രമാണ്. അഴിമതിയിൽ തന്നെയും അഴിമതിയെ എതിരിടുന്ന ഇതിൽ അവർ കെജ്രിവാളൊക്കെ പ്രത്യേകിച്ചും പറയുന്നത് ജനങ്ങൾ ഒരു സൂക്ഷ്മദർശിനിയും വെച്ച് ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻസ് പോലെ എല്ലാ ഉദ്യോഗസ്ഥരെയും വീക്ഷിക്കണം, അങ്ങനെ ജനങ്ങൾ അതിനോട് പ്രതികരിക്കണമെന്നാണ് പറയുന്നത്. ഇവിടെ സൂചിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനം. കാരണം നവമാധ്യമങ്ങൾ ഈ ഒരു മാറ്റത്തെ ഉൾക്കൊള്ളുന്നില്ല. പ്രത്യേകിച്ച് സൈബർ ലോകത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ശ്രീജിത്ത് ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പോൾ നടക്കുന്ന ഏതൊരു ചർച്ചയും ആം ആദ്മി എന്ന ഒരു കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. അത് ഏത് ചർച്ചയായാലും, ഇപ്പോൾ സൈബർ മീഡിയകളിലെ ചർച്ചകളായിരുന്നാലും അല്ലെങ്കിൽ നമ്മുടെ മാധ്യമ ചർച്ചകളായിരുന്നാലും അവസാനം എത്തിച്ചേരുക അത് ആം ആദ്മി പാർട്ടിയിലേക്ക്, പിന്നെ അവിടെ ഇങ്ങനെ കറങ്ങുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെയും വിമർശനമാണെങ്കിലും അതിനെ അനുകൂലിക്കുന്നവരാണെങ്കിലും ആം ആദ്മി എന്ന് അവിടെ വട്ടം കറങ്ങി നടക്കുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ മുന്നേ സംസാരിച്ച ആൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഡൽഹിയിൽ ഈ ആം ആദ്മി പാർട്ടി ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ച്. തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. കോൺഗ്രസിൻ്റെ അഴിമതി ഭരണം, പിന്നെ ഡൽഹിയിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ചില വിഷയങ്ങൾ ഉയർത്തിയിട്ടാണ്. ഏറ്റവും അവസാനമായി ആം ആദ്മിക്ക് എതിരെ ഉണ്ടായിരുന്നൊരു വിമർശനം എന്തായിരുന്നു വെച്ചാൽ കോർപ്പറേറ്റുകളുടെ വിഷയത്തിൽ അവർ കൃത്യമായൊരു നിലപാടെടുക്കുന്നില്ല എന്നായിരുന്നു. ഈ ആം ആദ്മി മന്ത്രിസഭ രാജിവെച്ച് പോകുന്ന സമയത്താണ് അവർ കോർപ്പറേറ്റുകളെ, അംബാനി റിലയൻസ് ഗ്രൂപ്പിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ, അതായത് പെട്രോളിയം വില നിയന്ത്രണാവകാശം അവരിൽ നിന്ന് എടുത്തു മാറ്റണം, കോൺഗ്രസ് സർക്കാരാണ് അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത്, അവരെ നിയന്ത്രണത്തിലാണെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് മാധ്യമങ്ങൾ കെജ്രിവാളിനെ കോർപ്പറേറ്റുകൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞു വലിയ തലക്കെട്ടും ചർച്ചകളുമായിരുന്നു. ദേശീയ സംസ്ഥാന മാധ്യമങ്ങൾ ആ സമയത്ത് വൻ ചർച്ചകളായിരുന്നു നടത്തിയിരുന്നത്. എന്നാൽ അതിന് കൃത്യം 8 മാസങ്ങൾക്ക് മുമ്പ്, അതായത് മാർച്ച് മാസത്തിലാണ് രാജിവെക്കുന്നതെങ്കിൽ കൃത്യം 8 മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഗുരുദാസ് ദാസ് ഗുപ്ത എന്ന ഒരു ഇടതുപക്ഷ MP ഈ വിഷയം കൃത്യമായി അവതരിപ്പിക്കുകയും തൊഴിലാളി സംഘടനകൾ ഡൽഹിയിൽ വലിയൊരു സമര പ്രക്ഷോഭം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹം കൃത്യമായ കണക്ക് സഹിതം പറഞ്ഞിട്ടുണ്ട്. നിരവധി കണക്കുകളുടെയും ലഭ്യമായ രേഖകളുടെയും അടിസ്ഥാനത്തിൽ തെളിയിച്ചിട്ട് പോലും അത് വരാതെ കേവലമായി പുതിയ രൂപത്തിൽ പുതിയ വാർപ്പ് രൂപങ്ങളായി മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വ്യക്തിയിലൂടെ ഈ ചിത്രം പുറത്തു വരുമ്പോൾ അതിന് കിട്ടുന്ന പ്രാധാന്യം, അപ്പോൾ സൈബർ സ്പേസിൽ തന്നെയും അതിൻ്റെ ഒരു ഇരട്ടത്താപ്പ് കൂടിയല്ലേ ഇത് വ്യക്തമാക്കുന്നത്? നവമാധ്യമങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഒരു നിലപാട് നമ്മുടെ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിൽ മറ്റു മാധ്യമങ്ങൾ പോലും ഇത്തരത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കാറില്ലേ? ഇപ്പോൾ രാഷ്ട്രീയ വിഷയങ്ങളിലാണെങ്കിൽ പോലും മുൻപ് വളരെ മുഖ്യധാരയിലുള്ള മാധ്യമങ്ങൾ അവർക്ക് നിലപാടുകളുണ്ട്.
അപ്പോൾ അത്തരത്തിലുള്ള നിലപാടുകൾ ഏറെ നാളുകളായി സാധാരണക്കാരിലേക്ക് അവരെത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ നവമാധ്യമങ്ങളുടെ ഇടപെടലോടുകൂടി ഓരോരുത്തരും, സാധാരണക്കാരായ ഓരോരുത്തരും ജേർണലിസ്റ്റായി മാറിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള അവരുടെ ഇടപെടലോട്, അല്ലെങ്കിൽ ഓരോരുത്തരും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ. ആം ആദ്മി പാർട്ടി അതിൻ്റെ ഒരു പ്രതിനിധിയാകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നവമാധ്യമങ്ങളും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഈ രീതിയിൽ ഇടപെടുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടിയന്തരാവസ്ഥാനന്തരം യു പിയിലെ പാവപ്പെട്ട ദലിതൻ അല്ലെങ്കിൽ ദരിദ്രമായ മനുഷ്യർ പോലും അതിനെതിരെ നിഷേധ വോട്ട് ചെയ്ത ഘട്ടത്തിൽ പോലും കോൺഗ്രസിനെ പിന്തുണച്ച പാരമ്പര്യം ഒരു ഭാഗത്ത്. ഇപ്പോൾ CK ജാനു മുത്തങ്ങയിൽ വലിയ പ്രക്ഷോഭം നടത്തി ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധാപാത്രമായി. അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ കിട്ടിയത് 900 വോട്ടോ, അതിൽ കുറവാണ്. അപ്പോൾ ഈ പ്രബുദ്ധ കേരളം അല്ലെങ്കിൽ പ്രബുദ്ധ മലയാളി എന്ന് പറയുന്നത് പോലും എത്ര കണ്ട് യുക്തിസഹമാണ്. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും ശ്രദ്ധേയമായ ചാനലുകളിൽ ഒന്ന് കഴിഞ്ഞ മാസം നടത്തിയ കേരളത്തിൽ ഏറ്റവും പ്രശസ്തരായ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടുന്ന 3 സ്ത്രീകളിൽ ജസീറ ഉണ്ടായിരുന്നില്ല. ജസീറ നടത്തിയ ഒരു സമരം ഈ ഭൂമിയെ നിലനിർത്താനുള്ള പോരാട്ടത്തിൻ്റെ വക്കത്താണ് ആ സ്ത്രീ നിൽക്കുന്നത്. അക്ഷരാഭ്യാസമില്ലാത്തൊരു സ്ത്രീ. ഇവിടെ നമുക്ക് നേരത്തെ MC സൂചിപ്പിച്ചൊരു കാര്യം VS-ൻ്റെതാണ്. എത്ര എളുപ്പത്തിലാണ് 24 മണിക്കൂർ കൊണ്ട് തൻ്റെ പഴയ നിലപാടുകൾ മുഴുവൻ മാറ്റിക്കൊണ്ട് ഒരു വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ചൂണ്ടുവിരലിന് താഴെ തൻ്റെ എല്ലാ ആദർശങ്ങളും പണയം വെച്ചുകൊണ്ട് VS നന്നിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഇതാണ് ഞാൻ പറഞ്ഞത്. നാം ഉയർത്തിക്കൊണ്ടുവരുന്ന നക്ഷത്ര തിളക്കങ്ങൾ മുഴുവനും അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ആർത്തിയുടെയും ഒക്കെ ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. ആം ആദ്മി എന്നത് ഒരു സാധ്യതയേ അല്ല. പക്ഷേ നമ്മുടെ ചിന്തയിലേക്ക് നമുക്കൊരു ദിശാബോധം തരുന്നതിൽ വലിയ ഒരു വെളിച്ചം നൽകുന്നുണ്ട് ആ പ്രസ്ഥാനം എന്ന കാര്യത്തിൽ അതിൽ പ്രധാനമായിട്ടും കേരളീയ സമൂഹത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജനപക്ഷ മുന്നണികൾക്ക്, വ്യക്തികൾക്ക് ഒന്നുകിൽ അവർ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള വിധേയത്വം നടപ്പാക്കേണ്ടി വരും. ഇങ്ങനെ ജനങ്ങളോട് പ്രതിബദ്ധത ഇല്ലാത്ത നേതാക്കളും പ്രസ്ഥാനങ്ങൾക്കും എത്ര കണ്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കും? പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ. കുറച്ചും കൂടി നവ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും സമര സംഘടനകളും ഒക്കെ തന്നെ കുറച്ചും കൂടി രാഷ്ട്രീയ പവർ പൊളിറ്റിക്സിലേക്ക് വരുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 10 വർഷത്തിനുള്ളിൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരു രാഷ്ട്രീയ ഒരു ഫ്രെയിം ആയിരിക്കില്ല. അന്ന് ഈ VS-ഉം ഉമ്മൻചാണ്ടിയും സുധീരനും ഒക്കെ ഭരിക്കുന്ന ഒരു കേരളമായിരിക്കില്ല. നവസാമൂഹ്യ പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന നവമീഡിയകളുടെ പിന്തുണയോട് കൂടിയുള്ള നവസാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പിന്തുണയുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അജണ്ടകളുള്ള നവസാമൂഹ്യ പ്രസ്ഥാനങ്ങൾ കേരളത്തെ നയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇതിൽ പ്രതികരിക്കാൻ സ്വാഭാവികമായിട്ടും കുറേ ഉണ്ടാവും. കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നത് വെറുക്കപ്പെട്ടവൻ ഫാരിസ് അബൂബക്കർ എന്ന പേരിൽ ചാക്കി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഈ തരത്തിലുള്ള ചെറിയ ചെറിയ കോർപ്പറേറ്റുകൾ CPM എന്ന പാർട്ടിയുടെ ആദർശത്തെ മുഴുവൻ വിഴുങ്ങുന്നില്ലേ? ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ നിലപാടുകളെല്ലാം അവരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. ഇപ്പോൾ ഇതുപോലുള്ള നവമാധ്യമങ്ങൾ, ഫേസ്ബുക്ക്, ഇതുപോലുള്ള മീഡിയകൾ നമ്മുടെ രാഷ്ട്രീയ ചർച്ചകളിൽ ഇടപെടുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിലെ ഒരു പ്രമുഖ നേതാവിൻ്റെ മരണത്തെ തുടർന്ന് നടത്തിയ ഒരു ഹർത്താൽ, അതിനെതിരെ പ്രതികരിച്ച ഒരു മലയാളി യുവതിക്കെതിരെ ഏത് രീതിയിലാണ് നമ്മുടെ രാഷ്ട്രീയ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് നമുക്കറിയാം. വളരെ മോശമായ രീതിയിൽ അപമാനിക്കുകയും അത്തരത്തിൽ അവരെ കരിവാരി തേക്കാൻ നടത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള ശ്രമങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പല മേഖലകളിലും ഈ നമ്മുടെ നാട്ടിലാണെങ്കിൽ എൻഡോസൾഫാൻ വിരുദ്ധ സമിതി അല്ലെങ്കിൽ മറ്റേ ഇപ്പോൾ പ്ലാച്ചിമടക്കാരിപ്പോൾ ഇന്ന് അറിയുന്ന അവർ വീണ്ടും പ്രക്ഷോഭം ആരംഭിക്കുകയാണ്. മുഖ്യമന്ത്രി കൊടുത്ത വാക്കുകൾ പാലിക്കാതെ വീണ്ടും അന്ന് സമരം അവസാനിപ്പിച്ചെങ്കിലും അവർ വീണ്ടും തുടരാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ അതുപോലെ ഹൈവേ വിരുദ്ധ സമിതികൾ, ഇതുപോലെ കുറേ ടോൾ പിരിവിനെതിരെ നടക്കുന്ന സമരങ്ങൾ, ഇങ്ങനെ ഒറ്റപ്പെട്ട പല ജനകീയ മുന്നേറ്റങ്ങളും ജനകീയ കൂട്ടായ്മകളും അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ അവരുടെ കുടുംബങ്ങളും കിടപ്പാടങ്ങളും കച്ചവടങ്ങളും സമ്പത്തൊക്കെ നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ അവർ സ്വാഭാവികമായിട്ടും മാറി വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രതിഫലനം നമ്മുടെ ഈ ഇലക്ഷൻ വരുന്ന സന്ദർഭത്തിൽ മറ്റുള്ള ആൾക്കാർ ഈ പറഞ്ഞ അവരുടെ നേതാക്കളെ അടക്കം ചിലപ്പോൾ വിലക്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വിജയ് മല്യ എന്ന ഒരു മധ്യരാജാവിന് 2000 കോടി ലോൺ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് അത് എഴുതിത്തള്ളലും 1 ലക്ഷം രൂപ വിദ്യാഭ്യാസത്തിന് ലോൺ എടുക്കുന്ന ഒരു കുടുംബം ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ജനങ്ങൾക്ക് അവിടെ രാഷ്ട്രീയമല്ല. പാർലമെന്റിൽ ചോദ്യം ഉന്നയിക്കുക എന്നതിനപ്പുറം ജനങ്ങളിലേക്ക് അവർക്കൊപ്പം നിന്നുകൊണ്ട് മന്ത്രിയാകണമോ
രാജിവെക്കണമോ, ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ കൂടി ഒരു പങ്കാളിത്തത്തോടു കൂടി തീരുമാനം എടുക്കുന്ന ഒരു സംവിധാനം എന്തൊക്കെ പറഞ്ഞാലും ആം ആദ്മി പാർട്ടിയിലൂടെ വന്നിട്ടുണ്ട്. ഇത് നല്ല പ്രവണതയായിട്ട് കൊണ്ടുകൂടെ? തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആം ആദ്മി പാർട്ടിയെ പാടെ നിരാകരിക്കുന്നതിനോട് യോജിപ്പില്ല. ഇപ്പോൾ ഗുരുദാസ് ദാസ് ഗുപ്തയുടെ വിഷയം പറയുന്നത് 8 മാസങ്ങൾക്ക് മുമ്പ്, അതായത് കെജ്രിവാൾ ഈ വിഷയം ഉന്നയിച്ച 8 മാസങ്ങൾക്ക് മുമ്പ് കേവലം പാർലമെന്റിൽ ഉന്നയിക്കുക മാത്രമല്ല, ഈ ഡൽഹിയിലെ AITUC പോലെയുള്ള തൊഴിലാളി സംഘടനകൾ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് വളരെ 2 മാസം മുമ്പ് ഡൽഹിയിൽ 1 ലക്ഷം പേരുടെ ഒരു ഇന്ത്യ കണ്ട വലിയൊരു പ്രക്ഷോഭം നടന്നു. ആ പ്രക്ഷോഭത്തോട് എങ്ങനെയായിരുന്നു മുഖ്യധാര മാധ്യമങ്ങൾ നമ്മൾ വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങൾ സമീപനം? അതുമാത്രമല്ല, ഇനി കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആം ആദ്മി പാർട്ടി, ഞാൻ ഇകഴ്ത്തി കാണിക്കുകയല്ലെന്ന് വീണ്ടും പറയുകയാണ്, ആം ആദ്മി പാർട്ടി ഒരു ചൂലും എടുത്ത് ഏതെങ്കിലും ഒരു ആശുപത്രിയോ ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ്റെ ഓഫീസോ വൃത്തിയാക്കുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ കാണിക്കുമ്പോൾ ജനങ്ങൾ കരുതുക എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായും ഈ പാർട്ടിയാണ് എല്ലാ പ്രതീക്ഷയും, അതുകൊണ്ട് ബാക്കിയുള്ളവർ ജനവിരുദ്ധരും ഇവർ ജനപക്ഷ പാർട്ടിയും എന്നൊരു ലേബലാണ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് കാണിക്കുകയല്ല. മുഖ്യധാരാ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ബദൽ മാധ്യമങ്ങളും പിന്നെ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളും പൊതുവായിട്ടുള്ള ചില പ്രവണതകൾക്ക് അപ്പുറത്തേക്ക് നീങ്ങാൻ എന്തുകൊണ്ട് ഈ മാധ്യമങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു? സത്യം പറഞ്ഞാൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സുകൾ വന്നതിന് ശേഷം ജേർണലിസം അല്ലെങ്കിൽ പത്രപ്രവർത്തനം തന്നെ അതിൻ്റെ ഒരു ഡെഫിനിഷൻ തന്നെ മാറ്റി എഴുതേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. കാരണം ഇത്തിരി മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഓരോരുത്തരും അവരവർക്ക് ഉള്ളിലെ ആശയം നവമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ പറയാനുള്ളൊരു അവസരം, ഒരു വേദിയാണ് ഉണ്ടാക്കുന്നത്. ജനകീയ സമരങ്ങൾ കേരളത്തിൽ ഈ അടുത്തിടെ വളരെ ശക്തി, ഇപ്പോൾ വീട്ടമ്മമാർ പോലും സന്ധ്യ മുതൽ ജസീറ വരെ ഇപ്പോൾ ഇത്തരത്തിൽ ജനകീയ തങ്ങളുടെ ആശയം അല്ലെങ്കിൽ തങ്ങളുടെ പ്രതിഷേധം ശക്തിപൂർവം വെളിയിലേക്ക് വന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ജനകീയ സമരങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനൊപ്പം തന്നെ നവമാധ്യമങ്ങളിലൂടെയും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉയരുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് പൊലിപ്പിച്ചു കാണിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബഷീർ, ചൂല് ഒരു പ്രതീകം തന്നെയാണ് എന്നാണ് രശ്മി പറഞ്ഞു വെക്കുന്നത്. കാരണം അത് കേവലമായ ഒരു പാർട്ടിയോ അതിൻ്റെ ഘടനയോ മാത്രമല്ല, പൊതുവായി ഇന്ത്യൻ സമൂഹത്തിൽ സമീപകാലത്തുണ്ടായിരുന്ന രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ തകിടം മറിച്ചുകൊണ്ട് കുറെ കൂടി സക്രിയമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു എലമെന്റ് സ്വാഭാവികമായും ഇത്തരം ഘടകങ്ങളിൽ കാണുന്നതിൽ എന്തെങ്കിലും കുറ്റം പറയാൻ സാധിക്കുമോ? അല്ല MC, ഇതിൻ്റെ ഒരു ചൂലിൻ്റെ ഒരു പരിമിതി, വളരെ ചെറിയ കനം കുറഞ്ഞ സാധനങ്ങളെ അടിച്ച് നമുക്കത് വൃത്തിയാക്കാൻ കഴിയും. ഇന്ത്യ ഇന്ന് മുഴുവനായി വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് ഒന്ന് സാമ്രാജ്യത്വത്തിൻ്റെ അധിനിവേശം എല്ലാ അർത്ഥത്തിലും. ഇപ്പം വാക്സിൻ്റെ ഒക്കെ പ്രശ്നം തന്നെ നമുക്ക് അറിയാം. എന്ത് കുത്തിവെക്കണമെന്ന് നമ്മുടെ കുട്ടികളിൽ എന്ത് കുത്തിവെക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നാം എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ വഴി തിരിച്ചുവിടുന്നത് ആരാണ്? ഈ അർത്ഥത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യം പണയപ്പെടുത്തിയിരിക്കുന്നു എന്നിടത്ത്, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മുടെ ഇസ്രായേലിൻ്റെ മെസാദ് അടക്കമുള്ള CIA അടക്കമുള്ള സാമ്രാജ്യത്വത്തിൻ്റെ എല്ലാ ഇടപെടലും നമ്മുടെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ മാത്രമല്ല നമ്മുടെ ജീവിത രീതികളിൽ വന്ന് നമ്മെ അടിമകളാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചൂലുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരുപക്ഷെ ഇതൊരു സാധ്യതയെ അല്ല, മറിച്ച് സാധ്യതയിലേക്കുള്ള ഒരു ദിശ തെളിക്കുന്നു എന്നതാണ്. നമ്മളൊരു ചൂല് എന്നുള്ള മറ്റു ചൂലുകളെ സഹിക്കുന്നില്ല എന്നുള്ളൊരു പ്രവണത ആം ആദ്മി നമുക്ക് കാണാൻ കഴിയും. ഒരു കൂട്ടായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിനെ ഒരിക്കലും ആം ആദ്മി, അതിൻ്റെ അകത്തുള്ള ഒരു ജനാധിപത്യം തന്നെ സംശയാസ്പദമാണ്. അതോടൊപ്പം തന്നെ പിന്നെ ഈ അസഹിഷ്ണുത, പ്രത്യേകിച്ച് നമ്മൾ ഈ ഇലക്ഷനോട് അനുബന്ധിച്ച് മറ്റ് സമരസംഘടനകളുമായിട്ടുള്ള കൂട്ടായ്മകളെ ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗമായിട്ട് ആം ആദ്മി മാറിയിട്ടുണ്ട്. അതേപോലെ ആം ആദ്മി ഇഫക്റ്റിനെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അവർ മനസ്സിലാക്കേണ്ടത് ഇതേപോലുള്ള അകത്തൊരു ജനാധിപത്യ സംവിധാനത്തെ വികസിപ്പിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് ചൂലുകളെ തൊപ്പികളെയും അംഗീകരിക്കുവാനുള്ള ഒരു സഹിഷ്ണുത കാണിക്കുകയും ചെയ്യുക. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ നടക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും അവരുടെ അജണ്ടകൾ തീരുമാനിക്കുന്നത് പിന്നെ കോർപ്പറേറ്റുകളാണ്. അപ്പോൾ അത്തരം കോർപ്പറേറ്റുകൾ അവരുടെ അജണ്ടകൾ തീരുമാനിക്കുമ്പോൾ ഇത്തരം ആം ആദ്മി പാർട്ടികൾ വരുമ്പോൾ ഒരു ചൂല് കൊണ്ട് അടിച്ചു കോരുന്ന ആ ചവറെങ്കിലും കൊണ്ട് പോരട്ടെ എന്നുള്ള നിലക്കുള്ള രീതിയിലുള്ള പോസിറ്റീവ് രീതിയിലുള്ള ചർച്ചകളായിക്കൂടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പ്രകടന പത്രികകൾ നോക്കുമ്പോൾ ജനപക്ഷത്ത് നിൽക്കുന്ന ഏറ്റവും നല്ല പ്രകടന പത്രിക കൊണ്ടുവന്നിരിക്കുന്നത് മദ്യത്തിനെതിരെ, ടോളുകൾക്കെതിരെ, ഫോറസ്റ്റ് അതുപോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ എതിരെ കൃത്യമായി വളരെ ഭംഗിയായിട്ട് പ്രകടന പത്രിക അവതരിപ്പിച്ചിരിക്കുന്നത് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു പ്രസ്ഥാനമാണ്.
ഈ ചർച്ച നമ്മൾ കേരളം എന്നതിൽ മാത്രം ചുരുക്കി കാണുന്നതിൽ പ്രശ്നമാണ്. പാർലമെന്റ് ഇലക്ഷനാണ് നമ്മളിപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിൽ മാത്രം കേരളത്തിലെ പ്രശ്നം UDF LDF എന്ന രീതിയിൽ ചുരുക്കി കാണുന്ന വല്ലാത്തൊരു അപകടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എനിക്ക് തോന്നുന്നത് ഒന്നാമത്തത് സംഘപരിവാർ ഫാസിസ്റ്റുകളുടെ ഏറ്റവും തീവ്ര വക്താവായിട്ടുള്ള നരേന്ദ്രമോദി വേണോ, അതോ കോർപ്പറേറ്റുകൾക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള രാഹുൽ ഗാന്ധിയോ, അതോ നിലയ്ക്കനി ആരെ പേര് തീരുമാനിച്ചിട്ടില്ല, ഈ രണ്ട് പക്ഷത്തും ആര് വേണോ എന്ന ഒരു ചർച്ചയാണ് നടക്കുന്നത്. അപ്പോൾ അതിനെതിരെ മൂന്നാം ബദൽ എന്ന ഒരു ചർച്ചയ്ക്കാണ് പ്രസക്തി ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്നാം ബദൽ എന്നുള്ളത് ഒരു പ്രതിഭാസം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ളിലുള്ള ഒരു രൂപീകരണമല്ല, അതിലുള്ള ഒരു ആശയത്തെക്കുറിച്ച് പോലും വ്യക്തതയില്ല. എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. തിരഞ്ഞെടുപ്പിനെ മാറി നിന്ന് നോക്കുമ്പോൾ മീഡിയ സെർച്ചുകളിൽ, മീഡിയ അവലോകനങ്ങളിൽ തീർച്ചയായും മോദി ഒരു പടി മുന്നേ നിൽക്കുന്നുണ്ട്. ഗുജറാത്ത് എന്ന് പറയുന്നത് ഒരു മാതൃകയാണ്. നമുക്കൊരു സാമ്പിൾ വെടിക്കെട്ടെന്നൊക്കെ പറയാവുന്നത് പോലെ നാം അത് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അവിടെ ജീവിക്കുന്ന, അവിടെ ജനിച്ച മനുഷ്യർക്ക് അനുഭവിക്കേണ്ടി വന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് ദൂരേക്ക് വലിച്ചിറങ്ങി ഇപ്പോഴും അഭയാർത്ഥി ക്യാമ്പുകൾ നരകയാതന അനുഭവിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യരുടെ സ്വപ്നങ്ങൾക്ക് മുകളിലാണ് ഒരു വലിയ നക്ഷത്ര തിളക്കത്തോടെ ഈ ഒരു ഫാഷിസത്തിനെ നാം എടുത്തുദ്ധരിക്കുന്നത്. ഇതിവിടെ മാധ്യമങ്ങൾ, ആരാണ് ഈ മാധ്യമങ്ങളുടെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നത് എന്നതാണ്. ഏതാണ്ട് കൃത്യമായ കണക്ക് വന്നിരിക്കുന്നു. ഏതാണ്ട് 78.3% മാധ്യമങ്ങളുടെയും പിന്നാമ്പുറത്തുള്ളത് സാമ്രാജ്യത്വ ശക്തികളാണ് എന്ന കാര്യത്തിൽ കൃത്യമായ കണക്ക് വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യം, വലിയൊരു ആപത്തിനെ ചെറുക്കണമെങ്കിൽ ചില കോംപ്രമൈസുകൾ വേണ്ടിവരും. പക്ഷേ പുതിയ പരീക്ഷണങ്ങൾ, പുതിയ മൂവ്മെൻറ്റുകൾ ചെയ്യുന്നത് നിലവിലുള്ള വോട്ടുകൾ കൂടി വിഘടിക്കുക എന്നതാണ്. ഇത് സ്വാഭാവികമായും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? നമ്മൾ തോറ്റ സമൂഹമാണ് എന്ന് പറയുമ്പോഴും തന്നെ വിജയിക്കുവാനുള്ള എല്ലാ കെൽപ്പും ഇന്ന് ഇന്ത്യൻ സമൂഹത്തിന്, പൗരസമൂഹത്തിനുണ്ട്. ഫാസിസ്റ്റുകൾ പ്രത്യേകിച്ച് മോഡിയുടെ കീഴിൽ ഒരു പുതിയ വമ്പൻ പ്രചാരണങ്ങളോട് കൂടിയിട്ട് 16 ലോക്സഭയിലേക്ക് വരുമ്പോൾ അതിനെ തടയിടുവാനുള്ള ശക്തി ഇന്ന് കോൺഗ്രസിനോ അതിലപ്പുറം ഇടതുപക്ഷ പാർട്ടികൾക്കോ മൂന്നാം മുന്നണികൾക്കും ഇല്ല. അതോടൊപ്പം തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തമാണ് സംസ്ഥാന പാർട്ടികൾ, ഫെഡറൽ സംവിധാനത്തിലുള്ള സ്റ്റേറ്റ് പാർട്ടികൾ. അത് തമിഴ്നാട്ടിലാണെങ്കിലും വെസ്റ്റ് ബംഗാളിലാണെങ്കിലും ഒറീസയിലാണെങ്കിലും ഒക്കെ നമുക്കിത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ വോട്ടുകളെ വിഭജിക്കുന്നത് അപ്പുറമായി ഫാസിസ്റ്റിന് വിരുദ്ധമായിട്ടുള്ള ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ ഇന്ത്യൻ ജനത വിജയിപ്പിക്കുക എന്നുള്ള ഒരു പോളിസി മാത്രമാണ് ഈ നവ സാമൂഹ്യ പ്രസ്ഥാനങ്ങളൊക്കെ വികസിച്ചു വരുന്ന ഈ സമയത്ത് കരണീയമായിട്ടുള്ളത്. 60-ൽ കൂടുതൽ കൊല്ലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന് വളരെ പ്രധാനമായിട്ടും വളരെ പക്വമാർന്നയും അജണ്ടകളും അതിന് വളരെ വ്യക്തമായ വീക്ഷണങ്ങളും ഉണ്ട്. നാം തിരഞ്ഞെടുത്തയച്ച പാർട്ടിയെ തിരിച്ചു വിളിക്കാനും അഴിമതിക്കെതിരെ വളരെ ശക്തമായിട്ട് പോരാടാനുള്ള കഴിവ് നമ്മൾക്കുണ്ടാവണം. അപ്പോൾ ഈ സാഹചര്യത്തിൽ നോട്ട, അതോടൊപ്പം തന്നെ അസാധു, ഇത് ഒന്നുമില്ലാത്ത കുറെ കൂടി ക്രിയാത്മകമായ ഒരു വോട്ടിംഗ് പ്രക്രിയ ഇനിയും വേണ്ടതല്ലേ? ഇവിടെ സംസാരിച്ച് ജനപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് നിഷേധ വോട്ടുകൾ, ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിഷേധ വോട്ടുകൾ ആണ് ഇത്തരം നിഷേധ വോട്ടുകൾ എന്നാണ് എനിക്ക് ഇവരെ പറയുന്നത് കേട്ടിട്ട് പറയാൻ തോന്നുന്നത്. അങ്ങനെ ചുരുക്കി കാണരുത് അതിനെ. അങ്ങനെ അല്ല, പറയാൻ കാരണം ഒരു മുന്നേ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സംഘപരിവാർ ഫാസിസത്തെ നേരിടാനായിട്ട് പുതിയ ഒരു കോൺഗ്രസിനോ BJPക്കോ ഇടതുകക്ഷികൾക്കോ ഒരു നിലപാടെടുക്കാൻ സാധിച്ചിട്ടില്ല. അതിന് പുതിയ ഒരു ജനപക്ഷ രാഷ്ട്രീയ നേതാവ് വരണമെന്നാണ് പറയുന്നത്. ഏറ്റവും തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രസ്താവനയാണെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇന്ത്യയിൽ സംഘപരിവാർ ഫാസിസത്തെ കൃത്യമായി നേരിട്ടിട്ടുള്ള ഒരേ ഇടതുപക്ഷ പാർട്ടികളാണ്, CPM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളാണെന്നാണ് എനിക്ക് പറയുന്നത്. കൃത്യമായ തെളിവുകളുണ്ട്. ഇദ്ദേഹം പറയുന്നത് പോലെ മതേതരമായ ഒരു നിലപാട് CPM മാത്രമേ എടുക്കുന്നുള്ളൂ എന്നോട് പറയും. അങ്ങനെ പറയില്ല. CPM മാത്രമല്ല, ഇടതുപക്ഷികൾ മതേതരമായ നിലപാട് എടുക്കുന്നു. അവർ മാത്രമൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല, അവരും എടുക്കുന്നു. എനിക്കതിനോട് പൂർണ്ണമായി യോജിക്കാൻ സാധിക്കുന്നില്ല. ഇന്ത്യ എന്നൊരു മഹാരാജ്യത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിനെ രക്ഷിക്കാൻ കഴിയുമെന്ന് സ്വപ്നം കാണുന്നത് വല്ലാത്ത കടന്നൊരു കൈയാണ്. ഒരു പക്ഷേ ഇടതുപക്ഷത്തിന് ഫാസിസ്റ്റ് എതിർക്കാനുള്ള കെൽപ്പുമുണ്ട്. പക്ഷേ ഇന്ന് നിലവിലുള്ള ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഫാസിസ്റ്റെ മാത്രമല്ല കോർപ്പറേറ്റുകളെയും ഫാസിസ്റ്റുകളെയും നിലവിലുള്ള മുതലാളിത്ത പ്രവണതകളെയും എതിർക്കാൻ ഇന്നത്തെ ഇടതുപക്ഷം ഒരു വലതുപക്ഷമായ സ്ഥിതിക്ക് കഴിയില്ല എന്ന് അങ്ങനെ പറയുന്നത് കുറച്ച് തെളിവുകൾ കൂടി നിരത്താൻ ബാധ്യത. നമ്മൾ ബംഗാളിൽ ഇടതുപക്ഷം ഭരിച്ചിട്ടുള്ള കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ ബംഗാളിലും വർഗീയ ഫാസിസ്റ്റുകളെ അനുകൂലമായ ഏത് നിലപാടുകൾ കേരളത്തിലെ CPM നമ്മൾ എടുത്തു പരിശോധിക്കുക. ന്യൂനപക്ഷ വിഷയങ്ങളിൽ CPM എവിടെ നിൽക്കുന്നു?
ഓരോ നമ്മൾ സംസാരിക്കുമ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഓരോ സംസാരിക്കുന്നത്. ഇഷ്യൂസുകളും അതൊരു ഒരു ഹൈന്ദവ പാർട്ടിയാണ് തോന്നിപ്പിക്കുമാർ ഇടതുപക്ഷത്തിന്റെ നിലപാടുകൾ, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ കൃത്യമായ നിലപാടുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് താങ്കൾ ചെയ്യണമെങ്കിൽ മറുപടി തരാം. 60 കൊല്ലം മുമ്പ് ഈ AKG EMS ഒക്കെ നയിച്ച് ആ ത്യാഗം ചെയ്ത പ്രസ്ഥാനമാണോ ഇന്ന് പിണറായി വിജയന്റെ എത്തിപ്പെട്ടത്? ദുർബലപ്പെട്ടുവോ എന്നതാണ് മതേതരത്വത്തോടുള്ള പിന്നെ ഇടത് പാർട്ടികളുടെ, ഇടത് മുന്നണിയുടെ, ഇടതു ധാരയുടെ അതിന്റെ പിന്നെ പ്രതിബദ്ധത ദുർബലപ്പെട്ടതാണ് ചോദ്യം. വളരെ വിഷമമുണ്ട് ആ കാര്യത്തിൽ. കാരണം ഇന്ന് ഒരു 6 സ്ഥാനാർത്ഥികളെ പോലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ ധൈര്യമില്ല. വസ്തുതകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മദനി എന്ന് പറയുന്ന ഒരു പൗരാവകാശ പ്രശ്നമാണ് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ. അതിൽ CPM എന്ത് നിലപാടെടുത്തിട്ടുണ്ട്? അത് നിൽക്കട്ടെ, അരീക്കോടുള്ള സെക്രട്ടറിയുടെ കാര്യത്തിൽ എന്ത് നിലപാടെടുത്തിട്ടുണ്ട്? ഇതിനൊക്കെ പുറമെ INL ഒരുപാട് കാലഘട്ടത്തോളം പുറത്തു നിർത്തുന്നത് എന്തിനു വേണ്ടിയിട്ട്? ആദ്യമായി സുഹൃത്ത് പറഞ്ഞ ഒരു ചോദ്യം എന്ന് വെച്ചാൽ CPM ഒരു ഹിന്ദുത്വ പാർട്ടിയാണെന്നുള്ളത്. ഈ ആരോപണം ഉന്നയിച്ചത് ആദ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ C. ദാവൂദാണ്. പിറ്റത്തെ ആഴ്ച തന്നെ അതിന് പ്രബോധനം കൃത്യമായ മറുപടി ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ എഴുതി. അത് ഒരു തെറ്റിദ്ധാരണ, ഒരു ബാലിശമായ പ്രസ്താവനയാണെന്ന് ആ സംഘടനയുടെ അമീർ തന്നെ പറഞ്ഞു. കാരണം ഒരു ഭൂരിപക്ഷം ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം, ഒരു ഹിന്ദു വിശ്വാസികളോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ ജനിച്ചവരാണ് ഭൂരിപക്ഷം എന്ന് കരുതി ആ പാർട്ടിയെ വർഗീയ പാർട്ടിയോ അല്ലെങ്കിൽ ഹിന്ദുത്വ പാർട്ടിയോ എന്ന് പറയുന്നതിൽ പരം ഒരു ബാലിശമായ ഒരു പ്രസ്താവനയാണ്. ആ രീതിയിലല്ല ഞാൻ പറഞ്ഞത്. എന്ന് തോന്നിപ്പിക്കുമാറ് അവരുടെ നിലപാടുകളിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ കൃത്യമാണ്. എന്ന് തോന്നിപ്പിക്കുമാറുള്ള അവരുടെ നിലപാടുകളുണ്ട് എന്നാ പറഞ്ഞത്. അതാ ഇഷ്യൂസ് ഇവിടെ ഉന്നയിച്ച ശേഷം മദനിയുടെ ഇഷ്യൂ ആണെങ്കിലും മറ്റു പ്രശ്നങ്ങൾ കേരളം നീതി പുലർത്തിയോ എന്നുള്ളതാണ് ചോദ്യം. 1999 ഇലക്ഷനിൽ മദനിയുമായി വേദി പങ്കിട്ടു എന്നതിന്റെ പേരിൽ ഇപ്പോഴും ഈ സമയത്ത് പോലും പിണറായി വിജയൻ ഒരു ഭീകരവാദിയുടെ കൂടെ വേദി പങ്കിട്ടു എന്ന രീതിയിലാണ് ഒരു പക്ഷം മാധ്യമങ്ങളും കോൺഗ്രസ് പോലെ അല്ലെങ്കിൽ സംഘപരിവാർ പാർട്ടികൾ മാത്രം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, മതേതര പാർട്ടികൾ എന്ന് പറയുന്ന പാർട്ടികൾ പോലും CPM മദനിയുമായി മദനിയുടെ മനുഷ്യാവകാശ വിഷയങ്ങൾ അഭിപ്രായം പറഞ്ഞു, അദ്ദേഹത്തിന് മനുഷ്യാവകാശ പരിഗണന നൽകി എന്നതിന്റെ പേരിൽ ഭീകരനുമായി വേദി പങ്കിട്ടുന്ന രീതിയിലാണ് പ്രചാരണങ്ങൾ വരുന്നത്. താങ്കൾക്ക് ഈ ചർച്ച ഉപസംഹരിക്കാം. മഅദനിയുടെ വിഷയം മാത്രമല്ല, മഅദനി എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഇത്തിരി വോട്ട് ബാങ്ക് ഉള്ളത് കൊണ്ടോ മഅദനി നമുക്കൊരു ചർച്ചയാവുന്നു. മറിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ ഒരു മതസംഘടനയുടെയോ പൗരോഹിത്യത്തിൻ്റെയോ ഒരു പിൻബലവുമില്ലാത്ത ഒരു മതവിശ്വാസത്തിൽ ജനിച്ചുപോയി എന്ന ഒറ്റ കാരണം കൊണ്ട് കൽത്തുറങ്കിലടച്ച ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യയുടെ സുജിത്തിനോട് ഞാൻ ഒരു കാര്യം കൂടെ പിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഞാനും സുജിത്തും ഒക്കെ സഞ്ചരിക്കുന്നത് ഒരേ ഇടവഴിയിലൂടെ ആയതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഈ ആം ആദ്മിയുടെ പിന്നെ ഡൽഹിയിലെ വിജയത്തിന് ശേഷം പിന്നെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് ശേഷം കാരാട്ട് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് പലതും പഠിക്കാനുണ്ട് ആം ആദ്മിയിൽ നിന്ന്. തീർച്ചയായിട്ടും പ്രവാസ ലോകത്തെ തെരഞ്ഞെടുപ്പ് ടോക്ക് ഷോ അക്കരെ നിന്നൊരു വോട്ട്. ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. മാറി വരുന്ന ഇന്ത്യയിൽ സ്വാഭാവികമായും പുതിയ ജനായത്ത ഘടകങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിന് പ്രസ്ഥാനത്തിൻ്റെ പിൻബലമുണ്ട്. അതല്ലാതെ തന്നെ കുറെ കൂടി പ്രക്രിയ നവീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന ഒരു തോന്നൽ സ്വാഭാവികമായും ജനങ്ങൾക്ക്, സാധാരണക്കാർക്കുണ്ട്, മധ്യവർഗത്തിനുണ്ട്, അതോടൊപ്പം തന്നെ മേലേക്കടയിലുള്ള ആളുകൾക്കുമുണ്ട്. ഇതിനെ ഏത് അർത്ഥത്തിലായിരിക്കും ഇനി ഇന്ത്യ വികസിപ്പിക്കാൻ പോകുന്നത്? അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരീക്ഷണശാലയായിരിക്കും അടുത്ത മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന വിലയിരുത്തലാണ് ഈ ഒരു ചർച്ചാവേദിയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം നേരുന്നു. ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.